കേരളത്തിലെ വാർത്തകൾ തന്നെയാണ് നോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടികളിൽ എ ഗ്രൂപ്പ് വാദം തള്ളിയിരിക്കുകയാണ്. വി.ഡി. സതീശൻ അനുകൂലികൾ രാഹുലിനെതിരായ നടപടി എല്ലാ തലത്തിലും കൂടിയാലോചിച്ച് എടുത്തതാണെന്നാണ് സതീശൻ വിഭാഗം പറയുന്നത്. സസ്പെൻഷനും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള തീരുമാനമെടുത്തത് KPCC നേതൃത്വമാണ്. കടുത്ത നടപടി ഇപ്പോൾ എതിർക്കുന്നവരും അന്ന് പിന്തുണച്ചു. നടപടിയിൽ പുനരാലോചന വേണ്ടെന്നും സതീശൻ അനുകൂലികൾ വാദിക്കുകയാണ്. സാജു വിവരങ്ങൾ നൽകും. സാജു, എ ഗ്രൂപ്പിന്റെ വാദങ്ങളൊക്കെയാണ് തള്ളുന്നത്. പ്രത്യേകിച്ച് ഈ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ അത് യുക്തിപരമായ തീരുമാനമാണ്, അതിൽ എല്ലാ കൂടിയാലോചനകളും നടന്നതാണ്, ഇനി മുന്നോട്ട് പോകാനില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സതീശൻ അനുകൂലികൾ ഉറച്ചു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്ന് വ്യക്തമാവുകയാണ് അല്ലേ? ജിൽസി, കഴിഞ്ഞ ദിവസം എ ഗ്രൂപ്പ് ഒരു നിലപാടെടുത്തിരുന്നു. അതായത് വിശദീകരണം ചോദിക്കാതെ പരാതി പോലും രേഖാമൂലം ഇല്ലാതിരിക്കെ സസ്പെൻഷൻ എന്ന നടപടി കടുത്ത നടപടിയായിരുന്നു, അതൊരു അതിര് കടന്ന തീരുമാനമായിരുന്നു എന്ന നിലയ്ക്കായിരുന്നു അവർ വിലയിരുത്തിയത്. ആ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ എ ഗ്രൂപ്പ് നടത്തുകയും അതിന് ഗ്രൂപ്പിന് പുറത്തുനിന്ന് പോലുമുള്ള ചില പിന്തുണകൾ ഉണ്ടാവുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം പുനരാലോചിക്കേണ്ടതില്ല എന്ന സമീപനം വി.ഡി. സതീശനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും എടുക്കുന്നത്. KPCC നേതൃത്വവും സമാന നിലപാടിനൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഒരു മാറ്റവും വരുത്തേണ്ട സാഹചര്യം ഇല്ല എന്നിടത്താണ് നിൽക്കുന്നത്. മാത്രമല്ല, നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മുതിർന്ന നേതാക്കളുമായി അടക്കമുള്ളവരും KPCC ഭാരവാഹികൾ MP-മാർ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം, പാർട്ടി നടപടി എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിനുള്ള കാരണങ്ങൾ അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുപോലൊരു തീരുമാനം പാർട്ടിക്ക് അനിവാര്യമായിരുന്നു. അതിൽ ഒരു പുനരാലോചന നടത്തേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇപ്പോൾ എടുത്ത നടപടി കടുത്തതായി പോയി എന്ന നിലപാടെടുത്തിരിക്കുന്ന നേതാക്കൾ പോലും അന്ന് KPCC നേതൃത്വം ടെലഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കടുത്ത നടപടി വേണം, മാതൃകാപരമായ നടപടി വേണം എന്ന നിലപാട് എടുത്തവരായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ എടുത്തവരാണ് ഇപ്പോൾ മാറ്റി പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഒരു ഗ്രൂപ്പ് താല്പര്യമാണ് എന്ന വിലയിരുത്തലിലേക്കാണ് നേരത്തെ കടുത്ത നിലപാട് എടുത്തിരുന്ന വി.ഡി. സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും KPCC നേതൃത്വവും സമാനമായ നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ പുനരാലോചിക്കേണ്ടതില്ല. KPCC നേതൃത്വം തന്നെയാണ് സസ്പെൻഷൻ എന്ന തീരുമാനം അന്തിമമായി എടുത്തത്. ഒപ്പം അതോടുകൂടി പാർലമെന്ററി പാർട്ടിയിൽ നിന്നുകൂടി മാറ്റി നിർത്തപ്പെടുകയാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആണ് എന്നും കടുത്ത നിലപാട് സ്വീകരിച്ചതിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നുണ്ട്. മാത്രമല്ല, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തും എന്ന തീരുമാനം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവല്ല, അതും പാർട്ടി നേതൃത്വം തന്നെയായിരുന്നു പ്രഖ്യാപനം നടത്തിയത്. അത്തരം തീരുമാനങ്ങൾ മാറ്റേണ്ട ഒരു സാഹചര്യവുമില്ല. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനത്തിലേക്ക് പോവുകയാണ്. UDF-നെതിരെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തും രാഹുൽ മാങ്കൂട്ടം വിവാദം CPM എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിനും ഉറപ്പാണ്. അതിനാൽ തന്നെ കടുത്ത തീരുമാനമായി പോയിരുന്നു എന്ന വിമർശനത്തെ, എ ഗ്രൂപ്പിന്റെ വിമർശനത്തെ പൂർണ്ണമായും തള്ളുകയാണ് സതീശനെ പിന്തുണയ്ക്കുന്നവരും പാർട്ടി നേതൃത്വവും ഇപ്പോൾ ചെയ്യുന്നത്. ജിൽസി. ശരി സാജു, എന്തായാലും എ ഗ്രൂപ്പ് വാദത്തെ സതീശനെ പിന്തുണയ്ക്കുന്നവർ പൂർണ്ണമായും തള്ളുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിൽ എടുത്തിരിക്കുന്ന നടപടികളിൽ വീണ്ടും ഒരു പുനർചിന്ത ആവശ്യമില്ല, യുക്തമായ നടപടികളാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള വാദത്തിൽ തന്നെയാണ് സതീശൻ വിഭാഗം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഒരു പുനരാലോചനയ്ക്ക് അവിടെ പ്രസക്തിയില്ല എന്ന് കൂടി അവർ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സാജുവാണ് വിവരങ്ങൾ നൽകിയത്.